മനുഷ്യനാണ്, മനുഷ്യ സാന്നിധ്യമായിരിക്കും എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും ഉദ്യോഗസ്ഥർക്ക് തീർച്ചപ്പെടുത്താൻ കഴിയുന്നില്ല. ഇപ്പോൾ ഏകദേശം നമ്മൾക്ക് പിറകിലായി കാണുന്ന ഈ പ്രദേശത്താണ്, ഏകദേശം എനിക്ക് പിറകിലായി കാണുന്ന ഈ ഒരു ഭാഗത്തായാണ് ഏകദേശം മുൻപൊരു വീടുണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്നത്. ആ വീട്ടിലുള്ള 2 പേർ ഇപ്പോഴും കാണാമറയത്താണ്. ഗ്രൗണ്ട് പെനട്രേറ്റിംഗ് റഡാറിൽ നിന്ന് ലഭിച്ച സിഗ്നലാണ് ദുരന്തഭൂമിയിൽ ജീവന്റെ പ്രതീക്ഷ നൽകിയത്. അത് ആക്ച്വലി ഒരു ബ്രീത്തിങ് സിഗ്നലാണ് കിട്ടുന്നത്. ബ്ലൂ രണ്ടായിട്ട് അറിയുന്നത്. മൂവ്മെന്റ് ആണെങ്കിൽ റെഡിൽ നമുക്ക് ഗ്രാഫ് അറിയാം, ബ്രീത്തിങ് ആണെങ്കിൽ ബ്ലൂ. വൈകുന്നേരം 5 മണിയോടെയായിരുന്നു ശക്തമായ സിഗ്നൽ. അത് മനുഷ്യനാകണമെന്നില്ലെന്നും ഏത് ജീവിയുമാകാമെന്നും ശാസ്ത്രജ്ഞർ ആദ്യമേ പറഞ്ഞിരുന്നു. പക്ഷേ സിഗ്നൽ ലഭിച്ച സ്ഥലത്ത് ഒരു കടയും വീടുമുണ്ടായിരുന്നുവെന്ന് നാട്ടുകാർ പറഞ്ഞതോടെ പ്രതീക്ഷ മുളപൊട്ടി. രക്ഷാപ്രവർത്തകർ കയ്യും മെയ്യും മറന്ന് രംഗത്തിറങ്ങി. മണ്ണുമാന്തി യന്ത്രങ്ങൾ മല കയറി. വെളിച്ചം പല വഴി വന്നു. രക്ഷാപ്രവർത്തനത്തിന് പുതിയ വേഗവും ഊർജവും വന്നു. Sir, 1 meter पे approximately 1 meter पे. Where this white structure? नहीं sir, वो दीवार से. Okay, listen. This is room number 1. This is room number 2. This is room number 3. 7:30 വരെ നടത്തിയ തെരച്ചിലിൽ ഒന്നും കിട്ടാതിരിക്കുകയും രാത്രിയുള്ള തിരച്ചിൽ ദുഷ്കരമാവുകയും ചെയ്തതോടെ ഇന്നത്തെ ദൗത്യം അവസാനിക്കുമെന്ന ഘട്ടമായി. അപ്പോഴാണ് ഏതറ്റം വരെയും പോകണമെന്ന സംസ്ഥാന സർക്കാരിന്റെ ഉറച്ച നിലപാട് ജില്ലാ ഭരണകൂടത്തിന് ലഭിച്ചത്. ജീവന്റെ തുടിപ്പ് എന്ന് നമ്മൾ പറയുന്നുണ്ട് എങ്കിലും അത് ആരാകാം? പിന്നെ ഇതൊരു മഹാ ദുരന്തമാണ്. അപ്പോൾ ഏത് വിധേന എങ്ങനെ ആ ഭാഗത്തേക്ക് എത്തി തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇവിടെ നിന്ന് നോക്കൂ. ഈ പ്രദേശം ആകെ വലിയ തോതിൽ നാശം വിതയ്ക്കപ്പെട്ട സ്ഥലമാണ്. യന്ത്രങ്ങളും മനുഷ്യരും 1.5 മണിക്കൂർ പിന്നെയും ദൗത്യം തുടർന്നു. ഒൻപത് മണിയോടെ മണ്ണിനടിയിലുള്ളത് മനുഷ്യനല്ലെന്ന് രക്ഷാപ്രവർത്തകർ സ്ഥിരീകരിച്ചു. This side is all cleared. There is no life. It was a dummy signal. It was not from a human being. It was a dummy signal from frog or maybe some snake or something like that. നിരാശയോടെ മലയിറങ്ങുമ്പോഴും പ്രതീക്ഷയോടെ നമ്മൾ കാണാതായവരെ കാത്തിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക്, മാതൃഭൂമി ന്യൂസ്.